ഞങ്ങൾ അംഗൻവാടിയിൽ നിന്ന് ഏജ് കുട്ടികളുടെ ടൂർ പോകണം. അപ്പോൾ എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. ഓക്കെ, അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലൂടെ പോവാം. ഹലോ ഗായ്സ്, അപ്പോൾ അംഗൻവാടിയിലെ ബെനഫിഷ്യറീസ് ആയിട്ടുള്ള കൗമാരപ്രായ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വർണ്ണക്കൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി പ്രകാരം ഏജ് കുട്ടികൾ, അഡോളസൻസ് ഗേൾസിന് വേണ്ടിയിട്ട് ഒരു ടൂർ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് ഫെസ്റ്റിലേക്കാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അവരെയും കൂടെ കൂട്ടിയിട്ട് വ്ലോഗ് എടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഇതാണ് ഗായ്സ്. ഞങ്ങൾക്ക് ടിക്കറ്റ് കാണിക്കേ. കുട്ടികളുടെ സന്തോഷം കണ്ടോ, വെരി ഹാപ്പി ആയിരുന്നു കേട്ടോ അവർ. അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് എൻട്രൻസിലേക്ക് കൂടെ പോവാണ്. ഒരാൾക്ക് 120 ആണ് കേട്ടോ എൻട്രി ചാർജ് വരുന്നത് ടിക്കറ്റിൻ്റെ. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളതിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഓഫ് ഗംഭീരമായിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങുകൾ വളരെയധികം സൗണ്ടിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഫുൾ എൻട്രൻസിൽ ഈ പോർഷൻസാണ്, അതായത് ഇൻസെക്ട്സ്, വണ്ടുകളായിക്കോട്ടെ, പൂമ്പാറ്റകളായിക്കോട്ടെ, പലതരം ചിലന്തികളായിക്കോട്ടെ, അങ്ങനെ കുട്ടികൾക്ക് വളരെയധികം വണ്ടറിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളാണ് അവിടെ ക്രാഫ്റ്റ് വർക്ക് കാണുന്നത് നിങ്ങൾ. അപ്പോൾ ഏജ് കുട്ടികളുടെ കാര്യം പറഞ്ഞത് എന്താ വെച്ചാൽ, വർണ്ണക്കൂട്ട് എന്ന് പറയുന്ന പദ്ധതി പ്രകാരം കൗമാരപ്രായ കുട്ടികൾക്ക് അംഗൻവാടിയിൽ ബെനഫിഷ്യറീസാണ് ഇവർ. ബെനഫിഷ്യറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ മാസവും അവർക്ക് ഫുഡ് കൊടുക്കും. അപ്പോൾ വർണ്ണക്കൂട്ടിൽ പെടുന്ന കുട്ടികളെ ആരൊക്കെയാണെന്ന് വെച്ചാൽ 14 വയസ്സുള്ള ഗേൾസ് തൊട്ട് 18 വയസ്സ് വരെയുള്ള ഗേൾസിനാണ് വർണ്ണക്കൂട്ട് എന്ന പദ്ധതി പ്രകാരം നമ്മൾ അംഗൻവാടിയിൽ നിന്ന് ഫുഡ് കൊടുക്കുന്നത്. അപ്പം കൗമാരപ്രായത്തുണ്ടാകുന്ന ഇൻസെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അവർ ഫീൽ ചെയ്യിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം പഠനപരമായിട്ടായിക്കോട്ടെ, ഇപ്പം പല ചേഞ്ച് നടക്കുന്ന, ക്യാരക്ടർ വൈസ് ആയിക്കോട്ടെ, ചേഞ്ച് നടക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അവരെന്നെ പലതരം ക്ലാസ്സിലൂടെയും, അതായത് ഇപ്പം നമ്മൾ കുട്ടികൾക്ക് നേരിടുന്ന കുറേ അബ്യൂസിനെ പറ്റിയിട്ടുള്ള ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് SI പോലുള്ള ആൾക്കാർ, ജനമൈത്രി പോലുള്ള സംവിധാനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അംഗൻവാടിയിൽ. എന്നിട്ട് അവർക്ക് വേണ്ടി മീറ്റിംഗ് വെക്കാറുണ്ട്, കൗൺസിലിംഗ് ക്ലാസ്സുകൾ വെക്കാറുണ്ട്. അങ്ങനെ ആണ് ചെയ്യല് പൊതുവെ. പക്ഷേ ഇന്നത്തെ കാലത്തെ ജനറേഷൻ എന്ന് പറയുന്നത് അവർ എപ്പോഴും ഒരു വണ്ടറിങ് ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അതായത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള, കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളിൽ ആണ്. അല്ലാതെ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വളരെയധികം ബോറടിയാണ്. അപ്പം ഞാൻ കുറച്ച് വെറൈറ്റി എന്നുള്ള രീതിയിൽ പാലക്കാട് ഫെസ്റ്റിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കും. വളരെയധികം ഹാപ്പി ആയിരുന്നു കുട്ടികൾ. ഫുൾ ഓഫ് കണ്ടിലെ ഏറ്റവും വലിയ ഹയസ്റ്റ് ആയിട്ടുള്ള വാട്ടർഫാളാണ് അവരവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഗംഭീര തിരക്കായിരുന്നു. ഞങ്ങൾ പോയത് തന്നെ ഒരു ഈവനിങ് ടൈം 3 o'clock അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എൻ്റർ ചെയ്ത്
ഹലോ ഗൈസ്, കാണാത്ത ആൾക്കാരിനെ കണ്ടെത്തി ഗൈസ്. തിരക്കുണ്ടോ കുട്ടികളെ? എത്തി എത്തി. ഇവിടെ കണ്ടു ഗൈസ്, ഞങ്ങളെല്ലാം ഞാൻ ഫുഡ് കഴിക്കാൻ പോണ ഗൈസ്. ഫുഡ് മോളിൽ കിട്ടുമെന്ന് അറിയില്ല. വരൂ, ഫുഡ് കഴിക്കാൻ പോവാ. കമാൺ. എല്ലാരും ക്ഷീണിച്ചു, വണ്ടിയിലിരുന്ന് ക്ഷീണിച്ചു അല്ലേ? കാലിയാക്കി, ഞങ്ങള് കാലിയാക്കി. ട്രിപ്പ് ഊട്ടി. വെൽക്കം ടു ദി ഊട്ടി. നൈസ് മീറ്റ് യു.